സോറി. ഞാൻ ന്യൂട്ടൻ്റെയും ആപ്പിളിൻ്റെയും കഥ പറയാനല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാറ്റലൈറ്റുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും നാച്ചുറൽ സാറ്റലൈറ്റ്സും ഉണ്ട്. സ്പേസ് സ്റ്റേഷൻ ISS എന്താണെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്. 400 കിലോമീറ്റർ അകലെയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ അത്ര വളരെ അകലെയൊന്നുമല്ല. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് അവിടെ കൃത്യമായിട്ടുണ്ട്. ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണോ അതിൻ്റെ 90% അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്തുകൊണ്ട് താഴേക്ക് പതിക്കുന്നില്ല? എന്നാൽ ഒരു ആപ്പിൾ നമ്മൾ മുകളിലോട്ടിട്ടാൽ അത് താഴേക്ക് പതിക്കും. എർത്ത് പിടിച്ചു വലിക്കുന്നത് കൊണ്ടാണ് താഴേക്ക് വീഴുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ട് സാറ്റലൈറ്റിൽ സംഭവിക്കുന്നില്ല? അതെന്തുകൊണ്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സംഭവിക്കുന്നില്ല? അതെന്തുകൊണ്ട് മൂണിൽ സംഭവിക്കുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഞാനിന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആപ്പിൾ എന്തുകൊണ്ട് താഴേക്ക് പതിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം പലർക്കും വളരെ ബാലിശമായി തോന്നാം. കാരണം എല്ലാവർക്കും അറിയാം, ഭൂമിയിലേക്ക് എല്ലാ വസ്തുക്കളും പതിക്കുന്നു. അതിന് കാരണം ഗ്രാവിറ്റിയാണ് എന്നറിയാം. അത് ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നുണ്ടാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇതൊരു $1 ബില്യൺ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐസക് ന്യൂട്ടൻ ആയിരുന്നു ഈ ചോദ്യം ഉന്നയിച്ചതും അതിന് ഉത്തരം കണ്ടെത്തിയതും. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമായ എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ താഴേക്ക് പതിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് വിശദീകരിക്കണം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കും. ഈ ആകർഷണ ബലം ആ വസ്തുക്കളുടെ മാസിൻ്റെ പ്രോഡക്റ്റിന് നേരനുപാതത്തിലും ആ വസ്തുക്കൾ തമ്മിലുള്ള അകലത്തിൻ്റെ സ്ക്വയറിന് വിപരീതാനുപാതത്തിലായിരിക്കും. അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫോർമുലയിൽ G ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് പ്രകാരം ഒരു ആപ്പിൾ നമ്മൾ മുകളിലോട്ട് എറിയുകയാണെങ്കിൽ ഈ ആപ്പിളിൻ്റെ മുകളിൽ എർത്ത് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് മൂലം താഴേക്ക് പതിക്കുന്നു. എർത്ത് ആപ്പിളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ ആപ്പിൾ എർത്തിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ മാത്രം താഴേക്ക് പതിക്കുന്നു, ഭൂമി മുകളിലോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, കമ്പയർഡ് ടു ആപ്പിൾ ഭൂമി വളരെ ഹെവിയാണ്. അതുകൊണ്ട് ആപ്പിൾ താഴേക്ക് പതിക്കുന്നു, ഭൂമി മുകളിലോട്ട് പൊങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് മുകളിലോട്ട് പോകും. പക്ഷേ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ കുറവാണ്. കാരണം ഫോഴ്സ് രണ്ടിനും തുല്യമാണെങ്കിലും ഇതിൻ്റെ മാസ് വളരെ ഹെവി ആയതുകൊണ്ട് ആക്സിലറേഷൻ കുറവായിരിക്കും എർത്തിന് കിട്ടുന്നത് മുകളിലേക്ക് പോകാനുള്ള. അതാണ് അതിന് കാരണം. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ മാസ് 4 × 10⁵ കിലോഗ്രാം. ഭൂമിയുടെ മാസ് 6 × 10⁻24 കിലോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസ് കമ്പയർ ചെയ്താൽ പിടികിട്ടും ആപ്പിളിൻ്റെ മാസ് എത്രത്തോളം ചെറുതുവാണോ ഭൂമിയുടെ മാസിനെ അപേക്ഷിച്ച്, അതേപോലെ തീരെ ചെറിയ മാസാണ് ഭൂമിയെ അപേക്ഷിച്ച് ISSൻ്റെ. എന്നിട്ടും ISS താഴേക്ക് പതിക്കുന്നില്ല. ഭൂമിയുടെ ആക്സിലറേറ്റഡ് ഗ്രാവിറ്റിയുടെ 90% അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിരിക്കലും ISSൽ വസിക്കുന്ന ആൾക്കാരെല്ലാം പറയണത് അവിടെ 0 ഗ്രാവിറ്റിയാണ് അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റിയാണ്. ഒരു വെള്ളത്തുള്ളി താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകത്തില്ല, അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ആൾക്കാർ സഞ്ചരിക്കുന്ന തന്നെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാണ്, തലമുടിയൊക്കെ എഴുന്നു നിൽക്കുന്നതായിട്ട് കാണാം. അവരിങ്ങനെ നീന്തി പോകുന്ന പോലെയൊക്കെയാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ഭൂമിയുടെ ആക്സിലറേറ്റഡ് ഗ്രാവിറ്റിയുടെ 90% വരെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് അനുഭവവേദ്യമാവുന്നില്ല. എന്തുകൊണ്ട്? സാറ്റലൈറ്റുകളെ ലോഞ്ച് ചെയ്യിക്കുന്നത് ഒരു റോക്കറ്റ് ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ റോക്കറ്റ് ഉപയോഗിച്ച് ഇവയൊക്കെ ലോഞ്ച് ചെയ്യിക്കുമ്പോൾ കുത്തനെയാണ് റോക്കറ്റ് ഉയരുന്നതെങ്കിലും ഏത് ഓർബിറ്റിലാണോ കൊണ്ട് ലോഞ്ച് ചെയ്യിക്കേണ്ടത് അവിടെ ഇതിനെ ചരിച്ചായിരിക്കും ഈ പേലോഡിനെ അഥവാ ഈ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യിക്കുന്നത്. അതായത് എർത്തിന് തിരശ്ചീനമായിട്ടായിരിക്കും ആ പേലോഡിനെ ലോഞ്ച് ചെയ്യിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നോ റോക്കറ്റിൻ്റെ സ്പീഡ്, ആ സ്പീഡായിരിക്കും പേലോഡിനും ഉണ്ടായിരിക്കുന്നത്. ആ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂമിയെ ഇത് വലയം ചെയ്യുന്നത്. പ്ലാനറ്റിന് ചുറ്റും സാറ്റലൈറ്റ്, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ്, ഇവയൊക്കെ എന്തുകൊണ്ടും വലം വയ്ക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിശദീകരണം നൽകിയത് ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റാണ് ഞാനിന്നിവിടെ വിശദീകരിക്കുന്നത്. ആ തോട്ട് എക്സ്പെരിമെൻ്റ് ഇതാണ്. ഭൂമിയുടെ മുകളിൽ ഒരു വളരെ ഉയരത്തിലുള്ള, കിലോമീറ്ററുകളോളം ഉയരത്തിലുള്ള ഒരു മലയുണ്ടെന്ന് കരുതുക. ആ മലയുടെ മുകളിലായിട്ട് വളരെ ശക്തിയോടുകൂടി ഫയർ ചെയ്യാൻ കഴിയുന്ന ഒരു കാനണും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാനണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഷെല്ലുകളുടെ സ്പീഡ് കാനന് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ആദ്യം കുറച്ച് സ്പീഡ് കുറച്ച് ഫയർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്പീഡ് കുറേ കൂടെ കൂട്ടുന്നു, പിന്നെ വീണ്ടും കൂട്ടുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ തോട്ട് എക്സ്പെരിമെൻറ്റ്. അതിൽ ഒന്നാമത്തെ തോട്ട് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ആനിമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം സ്പീഡ് കുറച്ചാണ് ഫയർ ചെയ്യുന്നത്, തിരശ്ചീനമായിട്ടാണ് ഫയർ ചെയ്യുന്നത്. തിരശ്ചീനമായി ഫയർ ചെയ്യുമ്പോൾ ഇത് ഭൂമിയുടെ സർഫസിൽ വന്ന് പതിക്കും. ആ പോയിന്റ് നിങ്ങൾ കണ്ടു. കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും കുറേ കൂടെ മുന്നോട്ട് പോയിട്ട് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നേരത്തെ വീണ പോയിന്റിനേക്കാൾ കുറേ കൂടെ താഴെയായിരിക്കും പതിക്കുന്നത്. മൂന്നാമത്തെ ആനിമേഷൻ ഒന്ന് നോക്കൂ. ഇവിടെ നല്ല സ്പീഡ്, ആ നല്ല സ്പീഡ് എത്രയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8000 മീറ്റർ പെർ സെക്കൻഡ്. ആ സ്പീഡിനേക്കാൾ ഉയർന്ന സ്പീഡിലാണ് ഷെല്ല് ഫയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെല്ല് ഈ ഭൂമിയുടെ ആ കർവേച്ചറിലൂടെ കടന്ന് തിരിച്ച് എവിടെ നിന്നാണോ പ്രൊജക്റ്റ് ചെയ്തത് ആ പ്രൊജക്റ്റ് ചെയ്ത പോയിന്റിൽ എത്തിച്ചേരും. എയർ ഡ്രാഗ് ഇല്ല എങ്കിൽ ഈ കാനൺ ഫയർ ചെയ്ത അതേ സ്പീഡ് തന്നെ ആയിരിക്കും തിരിച്ച് മുകളിൽ എത്തപ്പെടുന്നത്. അങ്ങനെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചെന്ത് ചെയ്യുന്നു, അത് അതേപോലെ താഴേക്ക് വരുന്നു, വീണ്ടും അവിടെ എത്തപ്പെടുന്നു. സർക്കുലർ മോഷൻ തുടർച്ചയായിട്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് താഴേക്ക് വീഴുന്നില്ല. ഇത് താഴേക്ക് വീഴുന്നില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ അസത്യമുണ്ട്. എല്ലാ സാറ്റലൈറ്റുകളും കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഴ്ച അത് മിസ് ചെയ്യുന്നു, അതായത് ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഭൂമിയുടെ സർഫസിൽ ഒരു പോയിന്റിൽ നിന്നും ഓരോ 8000 മീറ്റർ മുന്നോട്ടെത്തിക്കഴിഞ്ഞാലും അവിടെ കർവേച്ചർ എന്ന് പറയുന്നത് 5 മീറ്റർ വെച്ച് കൂടും. എന്ന് പറഞ്ഞാൽ ഇതാണ് ഭൂമിയുടെ സർഫസ് എങ്കിൽ, ഇതാണ് ഇങ്ങനെ കർവെങ്കിൽ 8000 മീറ്റർ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ താഴേക്കുള്ള അകലം 5 മീറ്റർ വർദ്ധിക്കും. ഈ ചിത്രം നോക്കുക. സാറ്റലൈറ്റ് എ എന്ന പോയിന്റിൽ, അത് എച്ച് ഉയരത്തിലാണ്, അവിടെ വെച്ച് തിരശ്ചീനമായി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി 8000 മീറ്റർ പെർ സെക്കൻഡാണ്. ഇത്രയെങ്കിലും വെലോസിറ്റി ഉണ്ടായിരുന്നാൽ മാത്രമേ സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും കറങ്ങൂ. ഇത് റോക്കറ്റ് നൽകുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് സമയം കൊണ്ട് 8000 മീറ്റർ ഹൊറിസോണ്ടലി സഞ്ചരിച്ച് ബിയിലെത്തുന്നു. ഈ ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഭൂമിയുടെ ആകർഷണം മൂലമുണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്ററാണ്. 8000 മീറ്റർ ദൂരേക്ക് പോകുമ്പോൾ ഭൂമി വളയുന്നത് കൊണ്ട് അതിൻ്റെ വക്രത 5 മീറ്റർ താഴേക്കായിരിക്കും. അപ്പോൾ എത്ര സാറ്റലൈറ്റ് വെർട്ടിക്കലി താഴേക്ക് പതിച്ചോ അത്രയും അളവിൽ തന്നെ ഭൂമി വളയുന്നതിനാൽ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആയി തന്നെ തുടരുന്നു. അപ്പോൾ ബിയിലെ ഹൈറ്റും എയിലെ ഹൈറ്റും എച്ച് തന്നെയെന്നർത്ഥം. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോഴും ഇതേ കാര്യം ആവർത്തിക്കുന്നു. അങ്ങനെ സാറ്റലൈറ്റ് താഴേക്ക് പതിക്കുന്നു, പക്ഷേ ഭൂമി തൊടുന്നില്ല. എല്ലായ്പ്പോഴും സാറ്റലൈറ്റ് എച്ച് ഉയരത്തിൽ തന്നെ തുടർന്ന് അത് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് വെർട്ടിക്കലി ഫാളിംഗ് ആണ്, പക്ഷേ ഇറ്റ് മിസ്സസ് ടു റീച്ച് ദ സർഫസ് ഓഫ് എർത്ത്. അതുകൊണ്ടാണ് സാറ്റലൈറ്റും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഭൂമിയിലേക്ക് പതിക്കാത്തത്. ഈ പറഞ്ഞതെല്ലാം എയർ ഡ്രാഗ് ഇല്ല എങ്കിലാണ്. എയർ ഡ്രാഗ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വരും. കുറേ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എനർജി കുറഞ്ഞ് ഇത് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഫൈനലി വന്ന് താഴെ പതിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ചെറിയ തോതിൽ താഴേക്ക് വരും. അപ്പോഴെല്ലാം അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബൂസ്റ്റർ മോട്ടോർ കത്തിച്ച് അത്യാവശ്യം ഇതിനെ ഉയരത്തിൽ നിർത്തും. വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ അവിടെ, കാരണം 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പരിപൂർണ്ണ വാക്വം അല്ല, അവിടെ കുറച്ചൊക്കെ എയർ മോളിക്യൂൾസ് ഉണ്ട്. വളരെ ഡെൻസിറ്റി കുറവാണെങ്കിൽ എയർ മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗ് സ്ലൈറ്റ് ആയിട്ടുണ്ട്. ഈ സ്ലൈറ്റ് ആയിട്ടുള്ള ഡ്രാഗ് മൂലം ഇതിൻ്റെ സ്പീഡ് കുറയും. ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ബൂസ്റ്റർ മോട്ടർ കത്തിച്ച് ഇതിനെ ഒന്ന് പൊക്കും. വീണ്ടും കുറേ കാലം കഴിയുമ്പോൾ താഴേക്ക് വരും. വീണ്ടും ബൂസ്റ്റർ മോട്ടർ കത്തിച്ച് ഇതിനെ ഉയർത്തും. അതാണ് സംഭവിക്കുന്നത്. ഭൂമിയിൽ തന്നെ ഗ്രാവിറ്റി 0 ആയിട്ട് ഫീൽ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. ഒരു ലിഫ്റ്റ്, ആ ലിഫ്റ്റിൽ കയറി നമ്മൾ നിൽക്കുന്നു. നമ്മുടെ കാൽപാദത്തിൻ്റെ ചുവട്ടിലായിട്ട് വെയ് ചെയ്യുന്ന ഒരു ഉപകരണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി ലിഫ്റ്റിൽ നിൽക്കുകയാണ്. എൻ്റെ വെയിറ്റ് അത് മെഷർ ചെയ്യുന്നു. ഒരു 75 കിലോഗ്രാം. ഈ ലിഫ്റ്റ് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ റോപ്പ് കട്ടായി പോകണമെന്ന് കരുതുക. അതൊരു ഫ്രീ ഫാളാണ്. ഈ ഫ്രീ ഫാൾ സമയത്ത് നമ്മൾ ഈ വെയിങ് മെഷീനിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് 0 ആയിരിക്കും. അതിന് കാരണം
എനിക്കെന്ത് ആക്സലറേഷനാണോ ഉള്ളത് അതേ ആക്സലറേഷൻ ആയിരിക്കും ലിഫ്റ്റിനുണ്ടായിരിക്കുന്നത്, അതേ ആക്സലറേഷൻ ആയിരിക്കും ആ വെയിങ് മെഷീൻ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ കാൽപാദങ്ങൾ അതിൽ സ്പർശിച്ചാൽ മാത്രമേ എനിക്ക് വെയിറ്റ് ഫീൽ ചെയ്യൂ. അതാണ് പ്രശ്നം. നമ്മുടെ വെയിറ്റ് ഉണ്ട്, പക്ഷേ വെയിറ്റ് ഫീൽ ചെയ്യില്ല. അതേപോലെയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും ഈ ആക്സിലറേറ്റഡ് ഗ്രാവിറ്റി ഉണ്ടെങ്കിലും അതവർക്ക് അനുഭവപ്പെടുന്നില്ല. ആക്സിലറേറ്റഡ് ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ല എന്നല്ല, അതവർക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം ഫ്രീ ഫോളിംഗ് ലിഫ്റ്റിനെ പോലെ തന്നെ ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒരു ഫ്രീ ഫോളിംഗ് ഓബ്ജക്റ്റാണ്. എല്ലായ്പ്പോഴും അത് ഫാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബട്ട് ഇറ്റ് മിസ്സസ് ടു റീച്ച് ദ ഗ്രൗണ്ട്. ആ കാരണം കൊണ്ടാണ് അവിടെ സീറോ ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ മൈക്രോ ഗ്രാവിറ്റി എന്നും പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രാവിറ്റി ആ ഭാഗത്ത് ഇല്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. അവിടെ ഗ്രാവിറ്റി ഉണ്ട്. 400 കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര വലിയ ഉയരമൊന്നും അല്ല. ഈ 400 കിലോമീറ്ററിൽ ഭൂമിയുടെ ആകർഷണം വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നന്ദി, നമസ്കാരം.